നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പിറവിലെ കാലാവോയിലെ പുതിയ സഹായമെത്രാനായി ഫാദർ മിഗ്വൽ ഏഞ്ചലിനെ ലിയോ 14 മാർപ്പാപ്പ നിയമിച്ചു. പെറു രൂപതയുടെ അച്ചപാലന ശുശ്രൂഷയിൽ സഹായിക്കുന്നതിനായി കാലാവോയിലെ എപ്പിസ്കോപ്പൽ വികാരിയും സൗത്ത് അമേരിക്ക ഡിസ്ട്രിക്ട് ഓഫ് ദി മാരിസ്റ്റ് ഫാദേഴ്സിന്റെ സുപ്പീരിയറുമായ മിഗ്വൽ ഏഞ്ചലിനെയാണ് പുതിയ സഹായമെത്രാനായി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യ എപ്പിസ്കോപ്പൽ നിയമനം കൂടിയാണെന്നും പോളിസി അറിയിച്ചു. ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുക്കും. മെയ് 18 ഉച്ചയ്ക്ക് 1:30 സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടത്തപ്പെടുക. പുതിയ പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ദശലക്ഷക്കണക്കിന് കത്തോലിക്കർ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും പാപ്പയുടെ പ്രവർത്തനങ്ങളിൽ വിജയം ഉണ്ടാകട്ടെയെന്നും JD വാൻസ് ആശംസിച്ചു. കൈവിലെ മേജർ ആർച്ച് ബിഷപ്പും യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ തലവനുമായ സിയാറ്റോസ്ലാവ് ഷെവ്ചുക് റഷ്യൻ സൈന്യം തടവിലാക്കിയ ഉക്രൈനിയൻകാരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തടവിലാക്കപ്പെട്ടവരുടെ പട്ടിക ലിയോ 14 മാർപ്പാപ്പയ്ക്ക് നേരിട്ട് കൈമാറി. റഷ്യൻ നിയമവിരുദ്ധമായി നാടുകടത്തിയ യുക്രൈനിയൻ കുട്ടികളുടെ തിരിച്ചുവരവ് സുഗമമാക്കുന്നതിന് വത്തിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെക്കുറിച്ചും ആർച്ച് ബിഷപ്പ് എടുത്തു പറഞ്ഞു. വത്തിക്കാനിൽ നടന്ന യോഗത്തിനിടെയാണ് ആർച്ച് ബിഷപ്പ് പാപ്പയുടെ തടവുകാരെ പറ്റി സംസാരിച്ചതും പേരുകൾ കൈമാറിയതും. ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷം AI ഉപയോഗിച്ച് രചിച്ച ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഫാദർ ഫെർണാണ്ടോ മൊറൈൻസ് ആണ് ഗാനം രചിച്ചിരിക്കുന്നത്. 2025 മെയ് 9 പ്രസിദ്ധീകരിച്ച ഈ ഗാനം ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. പാപ്പ സഭയുടെ ഇടയനെന്ന് വിളിച്ചോതുന്ന ഈ AI ആവിഷ്കാരം ജനമനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ആഭ്യന്തര സംഘർഷങ്ങൾ തുടരുന്ന സിറിയയ്ക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്ന സാമ്പത്തിക ഉപരോധം പിൻവലിച്ചതിൽ സന്തോഷമറിയിച്ച പ്രാദേശിക ക്രൈസ്തവ സഭാ നേതൃത്വം. സിറിയയിലെ സഭയും സർക്കാരിതര സംഘടനകളും സിറിയയിലെ സാധാരണ ജനങ്ങളും ഏറെ നാളുകളായി മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യമാണ് സാധ്യമായിരിക്കുന്നത്. സൗദി അറേബ്യയിൽ നടത്തിയ സന്ദർശനത്തോടനുബന്ധിച്ച് മെയ് 13 ചൊവ്വാഴ്ചയാണ് സിറിയയ്ക്കെതിരെയുള്ള ഉപരോധം നീക്കിയതായി ട്രംപ് അറിയിച്ചത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.